ഇതാണ്ടില്ലേ, ഇതെന്നല്ല എനിക്ക് രാത്രി വന്ന ഒരു മെസ്സേജാണ്, ഇതെങ്ങനെ PNG ആക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് എങ്ങനെ ആക്കുക എന്നുള്ളത് നോക്കാൻ പോണേ. അപ്പോൾ ആദ്യം ഞാൻ ആ ഇമേജ് എന്ത് ചെയ്തു, കോപ്പി ചെയ്തു. അപ്പോൾ ആ ശേഷം ഫോട്ടോഷോപ്പിൽ പോയി Ctrl+N കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി, ഒരു ന്യൂ പേജിൻ്റെ ഒരു ടാബ് വരും. അതിലിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ഓട്ടോമാറ്റിക് നമ്മൾ എന്താണോ കോപ്പി ചെയ്തത് അതിൻ്റെ സൈസാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഞാൻ ക്രിയേറ്റ് കൊടുത്തു, ശേഷം Ctrl+V കൊടുത്തു. പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ടാണ്. ഇനി എന്ത് ചെയ്യണം പറഞ്ഞാൽ ഈ ഇമേജിൻ്റെ കളറൊന്നും എനിക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആക്കണം. കാരണം ഇതുണ്ടല്ലേ, ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ കളർ ഒരു പെർഫെക്ഷൻ അല്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇമേജിൽ പോയിട്ട് എന്ത് ചെയ്തു, അഡ്ജസ്റ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ്സും കോൺട്രസ്റ്റും ഒന്ന് റെഡിയാക്കി കൊടുത്തു. ഓക്കെ, കുറച്ച് കോൺട്രസ്റ്റ് കൂട്ടി കൊടുത്തു, കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം കുറച്ച് ഡാർക്കായിട്ട് കളർ മാറി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ വൈറ്റ് കളർ, ബാക്കിലുള്ള വൈറ്റ് കളർ കളഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആക്കുകയാണ് വേണ്ടത്. മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിങ്ങും വേണം. ഓക്കെ, അപ്പോൾ അതിനുള്ളത് സെലക്ട് പോകുക, കളർ റേഞ്ച് എന്ന് കൊടുക്കുക. കളറാണല്ലോ ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത്, കളർ റേഞ്ച് എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ പോയി ഹൈലൈറ്റ്സിൽ, മുകളിൽ പോയി ഇത് സാമ്പിൾസ് കളേഴ്സ് എന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, അതിൽ പോയിട്ട് ഹൈലൈറ്റ്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ വൈറ്റ് കളർ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം പറഞ്ഞാൽ ബാക്ക് സ്പേസ് കൊടുക്കുക. ഓക്കെ, ഇനി ബാക്ക് സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് കൊടുക്കുക. ശേഷം സെലക്ട് പോകുക, മോഡിഫൈയിൽ പോകുക, എക്സ്പാൻഡിൽ പോകുക. നമ്മുടെ ലോഗോ എങ്ങനെയാണ്, നമുക്ക് കിട്ടിയ ഇമേജ് എങ്ങനെയാണോ അതിൻ്റെ ലോഗോ എത്ര ലെറ്ററൊക്കെ വലുപ്പമുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പാൻഷൻ കൊടുക്കാം. ചിലതിൽ നല്ല ലെറ്റർ വലുപ്പം ഉണ്ടാവും, അപ്പോൾ എന്ത് ചെയ്യാം, രണ്ടെണ്ണമൊക്കെ ആക്കി കൊടുക്കാം. ഇപ്പോൾ മുകളിൽ ഈ വെസ്റ്റേൺ മാത്രമുള്ളെങ്കിൽ രണ്ടെണ്ണമൊക്കെ ആക്കി എന്ത് ചെയ്യുക, എക്സ്പാൻഡ് കൊടുക്കാം. പക്ഷേ ഈ താഴത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ചെറിയ ലെറ്ററാണ്, അത് എക്സ്പാൻഡ് 2 കൊടുത്തതിനാൽ ആ ലെറ്റർ കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 1 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണേ, ബാക്ക് സ്പേസ് കൊടുത്തു, അതായത് ഡിലീറ്റ് കൊടുത്തു. പിന്നെ വീണ്ടും സെലക്റ്റിൽ പോയി മോഡിഫൈയിൽ പോയി ഫെദറിൽ പോകാൻ. ഫെദർ നമുക്ക് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലെറ്ററിൻ്റെ വലുപ്പവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ചിലപ്പോൾ 0.5 കൊടുത്താൽ മതിയാവും, ചിലപ്പോൾ 0.7 കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 0.4 ഒക്കെ മതിയാവും, ചിലപ്പോൾ 0.1 ഒക്കെ കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഇവിടെ 0.2 ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായി, വീണ്ടും ഒന്നും കൂടി സെലക്ഷൻ വന്നു, വീണ്ടും ഞാൻ ബാക്ക് സ്പേസ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, Ctrl+DMT. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് കാണിച്ചത് ഇതാണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്തു, PNG ആക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം, 2 സൈഡിലൊരു ബ്ലാക്ക് ഉണ്ട് അല്ലേ, 2 സൈഡിലും ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ലെയർ സെലക്ട് ചെയ്ത് നമുക്കിത് മാത്രം മതിയല്ലോ. അപ്പോൾ ഇത് മാത്രം സെലക്ഷൻ കൊടുത്തിട്ട്, അതായത് നമ്മുടെ ആ റെക്റ്റാങ്കിൾ സെലക്ഷൻ കൊണ്ട് ഇത് സെലക്ട് ചെയ്തു, ശേഷം Ctrl+J കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, മറ്റേ ലെയർ ഞാൻ ഡിലീറ്റ് ആക്കി വിട്ടു. ഓക്കെ, ഇപ്പോൾ ഇത് മാത്രമായി. ഇനിയിപ്പോൾ നമുക്ക് വൈറ്റ് ഇട്ട് കൊടുത്തതിനെ കാണാൻ പറ്റും. ഇതാണ്ടില്ലേ, കറക്റ്റ് എന്തായി, ഏകദേശം പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, നമുക്ക് ഏകദേശം പെർഫെക്ഷൻ ആയി തന്നെ എന്ത് ചെയ്തു, ഈ ലെറ്ററുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കിട്ടുന്ന ഇമേജിനനുസരിച്ച് ചില സെറ്റിങ്സ് ഒക്കെ മാറ്റം വരുത്തേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഈ വീഡിയോനെ സംബന്ധിച്ചുള്ള അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.